അപ്പോൾ നമുക്ക് എന്തിനാണ് നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് യുണീക്ക് ആയിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ H1 ടാഗ് ക്രിയേഷൻ, അതുപോലെ തന്നെ H2 ടാഗ് ക്രിയേഷൻ, ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇതിനെല്ലാം ഓരോ ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ H2 ടാഗിനൊക്കെ വലിയ വലിയ ഡിസ്ക്രിപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഫൂട്ടറിൽ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ ടാർഗറ്റിംഗ് പേജിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമാണ് നമ്മുടെ കണ്ടന്റ് യുണീക്ക് ആണോ അല്ലേ എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കണ്ടന്റ് യുണീക്ക് അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് റാങ്ക് ആവില്ല. കാരണം അത് വേറെ ആരോ യൂസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ എടുത്തിട്ടുള്ളത്. സോ അവരാണ് റാങ്ക് ആവാനുള്ള ചാൻസ് കൂടുതലുള്ളത്. സോ നമ്മൾ റാങ്ക് ആവത്തില്ല. ഗൂഗിൾ അതെല്ലാം മെഷർ ചെയ്തിട്ടേ ഉള്ളൂ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കണ്ടന്റ് അതോറിറ്റി ബിൽഡ് ആക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് എപ്പോഴും യുണീക്ക് ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ AI കണ്ടന്റ് നമ്മൾ മാക്സിമം അവോയ്ഡ് ആക്കുക. എന്ന് വെച്ചാൽ AI കണ്ടന്റ് യൂസ് ചെയ്യാതെ മാക്സിമം നമ്മളെ ഹാൻഡ് റിട്ടൺ കണ്ടന്റ് തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. കാരണം നമ്മൾ AI കണ്ടന്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഗൂഗിളിൽ റാങ്ക് ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റി വളരെ കുറവായിരിക്കും. ഏറ്റവും നല്ല എന്താ വെച്ചാൽ ഏറ്റവും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നല്ല കണ്ടന്റ് നമ്മൾ പ്ലാജറിസവും അതുപോലെ തന്നെ AI ഡിറ്റക്ഷനും ഒന്നും ഇല്ലാതെ നമ്മൾ ഹാൻഡ് റിട്ടൺ കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ നമ്മളിപ്പോൾ വൺസ് നമ്മളൊരു വെബ്സൈറ്റ് ഇപ്പോൾ നമ്മൾ കണ്ടന്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടായിരിക്കും കണ്ടന്റ് ചെയ്യിക്കുന്നുണ്ടാവുക പൈസ കൊടുത്തിട്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ വെബ്സൈറ്റിൻ്റെ ആ ഒരു കണ്ടന്റിൽ പ്ലാജറിസം ഉണ്ടോ, അല്ലെങ്കിൽ അത് AI ഡിറ്റക്റ്റഡ് കണ്ടന്റ് ആണോ എന്നെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് ഒരുപാട് ഫ്രീ ടൂൾസ് തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് ഒരു ടൂള് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഈ ഒരു പ്ലാജറിസം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂള് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഡ്യൂപ്ലിക് ചെക്കർ എന്നാണ് ആ ഒരു ടൂളിൻ്റെ പേര്. ഓക്കെ, നമുക്കിപ്പോൾ അതിനായിട്ട് നമുക്കൊരു വെബ്സൈറ്റ് എടുക്കാം. ദെൻ ഞാൻ ഇവിടെ കുറച്ച് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊന്ന് കോപ്പി ചെയ്തു. ദെൻ നേരെ ഡ്യൂപ്ലിക് ചെക്കറിലോട്ട് പോയി ഞാൻ അവിടെ കണ്ടന്റ് പേസ്റ്റ് ചെയ്തു. ദെൻ ഞാൻ നേരെ താഴോട്ട് വന്നു, ക്യാപ്ച കൊടുത്തു. ദെൻ പ്ലാജറിസം, ചെക്ക് പ്ലാജറിസം എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം ഞാൻ ആ കൊടുത്ത കണ്ടന്റിൽ എത്ര പ്ലാജറിസം ഉണ്ടെന്ന്. ഞാൻ കുറച്ച് മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കണ്ടന്റ്, പിന്നീട് ഞാൻ നോക്കിയില്ല. എന്തായാലും ഇനിമേ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം എത്ര പ്ലാജറിസം ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇവിടെ ഞാൻ ഈ വെബ്സൈറ്റിലെ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് എന്ന് വെച്ചാൽ 6 മന്ത് അബോവ് ആയി ഞാൻ ഈ വെബ്സൈറ്റിലെ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്തിട്ട്. സോ നമുക്ക് കുറച്ച് പ്ലാജറിസം നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു 36 പ്ലാജറിസം ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട ടൈമായി. ഓക്കെ, നമുക്കിനി ഒരു ഫ്രഷ് കണ്ടന്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ ഒരു 36 അബോവ് ഒന്നും വരില്ല. നമ്മൾ മാക്സിമം ഒരു 90 അബോവ് യൂണീക്നെസ് എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈപ്പ് കണ്ടന്റ് മാത്രം നമ്മൾ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഡ്യൂപ്ലിച്ചക്കർ വെച്ച് കണ്ട് ഈ ഡ്യൂപ്ലിച്ചക്കർ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലാജറിസം ഉണ്ടോ ഇല്ലേ, കണ്ടന്റ് യുണീക്ക് ആണോ അല്ലേ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്ലാജറിസം ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ വെബ്സൈറ്റിലെ കണ്ടന്റ് നോക്കുമ്പോൾ ചെറിയ പ്ലാജറിസം അതിലുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, കണ്ടന്റ് നമ്മളെപ്പോഴും നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ട് കൊണ്ടു നടക്കുന്നത് നമ്മളിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വെബ്സൈറ്റിലെ കണ്ടന്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് കുറച്ച് കാലമായി, ഒരു 6 മന്ത് അബോവ് ആയി. അതുകൊണ്ടാണ് ഇപ്പോൾ അതിൽ കുറച്ച് പ്ലാജറിസം കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റിംഗ് പേജിലുള്ള ഒരു കണ്ടന്റ് എഴുതുമ്പോൾ അല്ലെങ്കിൽ ആരെക്കൊണ്ടെങ്കിലും എഴുതിക്കുമ്പോൾ നമ്മളതിനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഡ്യൂപ്ലിക് ചെക്കറോ അല്ലെങ്കിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. പ്ലാജറിസം ചെക്കർ എന്നൊന്ന് ഗൂഗിൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടൂൾസ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട്, വലിയ കുഴപ്പമില്ലാത്ത ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യാം ഇതിൽ പ്ലാജറിസം ഉണ്ടോ ഇല്ലേ, 100% യുണീക്ക് ആണോ, അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാം. വേറെ ഒന്നുമല്ല, നമ്മൾ വേറൊരു വെബ്സൈറ്റിൽ ഓൾറെഡി ഉള്ള കണ്ടൻറ്റാണ് നമ്മുടെ വെബ്സൈറ്റിലുള്ളതെങ്കിൽ നമ്മുടെ കണ്ടൻറ്റിൻ്റെ അതോറിറ്റി ബിൽഡാക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. കാരണം ഗൂഗിളിന് അറിയാം ഈ എല്ലാ ഡേറ്റയും ഗൂഗിളിൻ്റെ കയ്യിൽ ഗൂഗിൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കംപ്ലീറ്റ് ഡാറ്റയും ഗൂഗിൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗൂഗിളിന് അറിയാം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ അല്ലെങ്കിൽ പ്ലാജറിസം ഉണ്ടോ, ഇത് യുണീക്ക് ആണോ അല്ലേ എന്നൊക്കെ ഗൂഗിളിന് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാം. അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇൻഡെക്സ് ആവാനും അതുപോലെ തന്നെ പെട്ടെന്ന് റാങ്ക് ആവാനും നമ്മൾ ഈ ഒരു കണ്ടന്റ് ഹെൽപ്പാക്കും. യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് ഹെൽപ്പാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന പെനാൽറ്റീസ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റിൻ്റെ അതോറിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ യുണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് ത്രൂ നമുക്ക് ആ ഒരു ടൈപ്പിലുള്ള ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും.